ഹമാസോളുകളെ കൊണ്ട് പൊറുതിമുട്ടി. ആദ്യം രഞ്ജിനി ശ്രീനിവാസൻ എന്ന യുവതിയാണ്. അവർ കയ്യിൽ വിലങ്ങണിഞ്ഞ് കാലിൽ ചങ്ങലയിട്ട് പുറത്താക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയോടി. ഇന്ത്യയിലേക്ക് വന്നില്ല, നേരെ കാനഡയിലേക്കായിരുന്നു ആ ഓട്ടം ഇപ്പൊ അവിടെ ചെന്ന് അവസാനിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഓട്ടം തീരുന്നതിന് മുൻപ് അടുത്ത ആൾ ഓടാൻ തുടങ്ങുന്നതിന് മുൻപേ അമേരിക്ക അറസ്റ്റ് ചെയ്തു. പേര് ബദർ ഖാൻ സൂരി, പോസ്റ്റ് ഡോക്ടറൽ ഫെലോ. ഗവേഷണം ചെയ്യുന്നത് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സമാധാനം കൊണ്ടുവരണം. ഇതാണ് ഗവേഷണ വിഷയം. പക്ഷെ ഇപ്പോ പുള്ളിക്ക് എവിടെ ചെന്നപ്പോ ഹമാസിന് വേണ്ടി കൊടി പിടിക്കണം. ഹമാസ് അനുകൂല പ്രചാരണത്തിന് ഇറങ്ങിയതാണ്. വീട്ടിൽ കയറി അമേരിക്കൻ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്ത് ഇനി നാടുകടത്തു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്തത് കൊണ്ട് രഞ്ജിനി ശ്രീനിവാസനെ പോലെ ഇറങ്ങി ഓടാൻ പറ്റില്ല. പലസ്തീൻ സംഘടനയായ ഹമാസിന്റെ പ്രചാരകൻ മാത്രമായിരുന്നില്ല ഇയാൾ. പകരം ഹമാസുമായി ഡയറക്റ്റ് ബന്ധം ഇയാൾക്കുണ്ട് എന്നാണ് അമേരിക്കയുടെ വാദം. പക്ഷേ ഇദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബന്ധമില്ല, അങ്ങനെ പറയാൻ തക്ക തെളിവ് അമേരിക്കയുടെ പക്കലില്ല എന്നാണ് പറയുന്നത്. നിലവിൽ ബദർ ഖാൻ സൂരിയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ബദർ ഖാൻ സൂരിക്ക് അവിടെ ഒരു തീവ്രവാദിയുമായി ബന്ധമുണ്ട് എന്നൊക്കെയാണ് അമേരിക്കയുടെ വാദം. ഇയാൾ രാജ്യത്ത് തുടരുന്നത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് എന്നൊക്കെ ഘോരഘോരം അമേരിക്ക വാദിക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. അപ്പോൾ അത്തരത്തിലൊരു സംഘടനയ്ക്ക് വേണ്ടി രംഗത്ത് ഇറങ്ങിയാൽ ട്രംപ് ഭരണകൂടം വെച്ച് പൊറുപ്പിക്കുകയില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ബദർ ഖാൻ സൂരിക്ക് ഒരു തീവ്രവാദിയുമായി ബന്ധമുണ്ട് എന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീഷ്യ മക്ലാഫിൽ തന്നെയാണ് എക്സിൽ എഴുതിയിരിക്കുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: ഹമാസ് പ്രചാരണം സജീവമായി പ്രചരിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ ജൂതവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തയാളാണ് ബദർ ഖാൻ സൂരി. ഹമാസിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ ഒരു തീവ്രവാദിയുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. മാർച്ച് 15-ന് സ്റ്റേറ്റ് സെക്രട്ടറി ഇദ്ദേഹത്തെ നാട് കടത്താൻ വിധിച്ചു. ഇത് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ലോകത്തിന് മുന്നിൽ ഭാരതം പോലൊരു രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് ഈ ബദർ ഖാൻ സൂരി അവിടെ പഠിക്കാൻ ചെന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ തന്നെ പേര് ചീത്തയാകുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഹമാസിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത്. വാഷിംഗ്ടൺ DC-യിലുള്ള ജോർജ് ടൗൺ സർവകലാശാലയിലെ എഡ്മണ്ട് എ വാൽഷ് സ്കൂൾ ഓഫ് ഫോറിൻ സർവീസിലെ അൽവലീദ് ബിൻ തലാൽ സെന്റർ ഫോർ മുസ്ലിം ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോയാണ് ഡോക്ടർ ബദർ ഖാൻ സൂരി. 2020-ൽ ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയയിലെ നെൽസൺ മണ്ടേല സെന്റർ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസിൽ നിന്ന് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് സ്റ്റഡീസിലാണ് അദ്ദേഹം PhD കരസ്ഥമാക്കിയിട്ടുള്ളത്. വെർജീനിയയിലെ വീടിന് പുറത്തു വെച്ചാണ് സൂരി അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നും സൂരിയെ അറസ്റ്റ് ചെയ്തത് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ് എന്നും ഇയാൾ നാടുകടത്തൽ ഭീഷണി നേരിടുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തന്നെ സ്ഥിരീകരിക്കുന്നത്. നാടുകടത്തുമെന്ന് തന്നെ അമേരിക്ക ഉറപ്പിച്ചു പറയുമ്പോൾ കൈവിലങ്ങണിയിച്ച് കാലിൽ ചങ്ങലയിട്ടൊക്കെയാണ് അവരുടെ രീതി. വളരെ ബുദ്ധിമുട്ടിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇവർ പഠിക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ മറ്റു രാജ്യങ്ങൾ അവരെ പുറംകാലുകൊണ്ട് ചവിട്ടി പുറത്തു കളയുന്നു.